ഒരിക്കൽ കഴിച്ചാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രീമി ആയിട്ടുള്ള ബട്ടർ കസ്റ്റാർഡ് ബണ്ണ് നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ട്? അടിപൊളിയാണ് കേട്ടോ. നല്ല സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിനായിട്ടൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 കപ്പ് അളവിൽ പാലാണ് ചേർക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബണ്ണിനനുസരിച്ച് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 8 ബണ്ണാണ് ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വാനില ഫ്ലേവറിൽ വരുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്തെടുത്ത്. ഇനി 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കസ്റ്റാർഡും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് ഈ ഒരു കട്ടകളൊക്കെ മാറി കിട്ടണം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിയിട്ട് വേണം കുറുക്കിയെടുക്കാൻ. അപ്പോൾ അതാ നമ്മുടെ കസ്റ്റാർഡ് പെട്ടെന്ന് തന്നെ കുറുകി വരാൻ തുടങ്ങും കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 8 ബണ്ണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സ്വീറ്റ് ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലെ നടുക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഫില്ലിങ്ങൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ക്രീം നമുക്ക് ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു കസ്റ്റാർഡ് ബട്ടർ ബണ്ണിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാം. അപ്പോൾ നമ്മളിത് ഒരിക്കൽ കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത്രയും അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ.